നമസ്കാരം. ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് തന്നെ അറിയിച്ചു കൊടുക്കുന്ന പണിയാണ് ഇന്ത്യക്കാർ മാലിദ്വീപിന് കൊടുത്തത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ ചൈനയുടെ അടിമകളാണ് ഇപ്പോൾ മാലിദ്വീപ് ഭരിക്കുന്നത് എങ്കിലും ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം കാരണം മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പരാമർശം നടത്തിയ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാലിദ്വീപ്. മന്ത്രിമാരായ മറിയം ഷിയുന, മൽഷ ഷരീഫ്, മഹ്സൂം മജീദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മന്ത്രിമാരെ താക്കീത് ചെയ്തതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്ത് മാലിദ്വീപ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ലോക നേതാക്കൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളെപ്പറ്റി മാലിദ്വീപ് സർക്കാരിന് അറിയാമെന്നും ഈ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും മാലിദ്വീപ് സർക്കാരിന്റെ നിലപാടുകളെയോ അഭിപ്രായങ്ങളെയോ പ്രതിനിധീകരിക്കുന്നതല്ലെന്നും ജനാധിപത്യപരമായും ഉത്തരവാദിത്വത്തോടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിദ്വേഷ പരാമർശങ്ങൾ നടത്തി അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തരുതെന്നും ഇത്തരക്കാർക്കെതിരെ സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു മാലി സർക്കാർ അറിയിച്ചത്. നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മാലിദ്വീപ് മന്ത്രി അബ്ദുള്ള മഹ്സൂം മജീദ് ഇന്ത്യ തങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്ന് എക്സിൽ പോസ്റ്റ് ഇട്ടതാണ് വിവാദത്തിന് തുടക്കം. 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 36 ദ്വീപുകൾ അടങ്ങുന്ന രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശത്തേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ദ്വീപിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കമായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഈ ചിത്രങ്ങളെ അധിക്ഷേപിച്ചായിരുന്നു മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശം. ഏതായാലും ചൈനീസ് അടിമകൾക്ക് ഇന്ത്യയുടെ ശക്തി മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയവന്മാർ തന്നെ ഇപ്പോൾ ഇന്ത്യയെ തണുപ്പിക്കാനുള്ള നീക്കം നടത്തുന്ന സുന്ദരമായ കാഴ്ചയാണ് കാണുന്നത്. യുവന്മാർക്ക് ലോകശക്തിയായ ഇന്ത്യയോട് കളിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.